തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി പൊളിക്കാനുള്ള നീക്കത്തിനിടെ ഉണ്ടായ നാടകീയ സംഭവങ്ങളാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കല്ലറ പൊളിക്കെങ്കിലും എതിർപ്പുമായി ഗോപൻ സ്വാമിയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിഷേധവുമായി ഒരു വിഭാഗം നാട്ടുകാരും സംഘടിച്ചിരിക്കുകയാണ്. കല്ലറ തുറന്ന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൈമാറാനാണ് തീരുമാനം. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. വിശദാംശങ്ങളുമായി സംഭവ സ്ഥലത്തു നിന്നും ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പല രീതിയിലുള്ള ദുരൂഹതകളും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ കുടുംബം ആരും അറിയാതെ ഇത്തരമൊരു സമാധി നടത്തിയത് അടക്കമുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായും സംശയം വരുന്നത്. പിന്നീട് നാട്ടുകാരിൽ ചിലർ പരാതിയുമായി രംഗത്തെത്തുന്നു. ഏറ്റവും ഒടുവിൽ ഇത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷേ എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഡാൻ? കാവിൽ വിളാകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം, കൈലാസനാഥ ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്രത്തോട് ചേർന്നാണ് ഈ സ്വാമിയെ, ഗോപൻ സ്വാമിയെ, അദ്ദേഹം തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. അതിനോട് തൊട്ട് ചേർന്നാണ് അദ്ദേഹത്തിന്റെ വീട്. അതിന് സമീപത്തായിട്ടാണ്, 100 മീറ്റർ അടുത്തായിട്ടാണ് ഈ സമാധി സ്ഥലമുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് വീട്. ഈ ബന്ധുക്കളടക്കം അകത്തുണ്ട്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷയുണ്ട്. കാരണം അവർ വീടിനുള്ളിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങുകയും അത് പിന്നീട് പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വീടിന് പോലീസ് സുരക്ഷ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കൈലാസനാഥ ക്ഷേത്രം സ്ഥാപിച്ച ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിവാദം ഉണ്ടായിരിക്കുന്നത്. ആ ടാർപോളിൻ കെട്ടിയിരിക്കുന്ന സ്ഥലത്താണ് ഈ സമാധി സ്ഥലം. 100 മീറ്റർ പോലുമില്ല ഈ ക്ഷേത്രത്തിൽ നിന്നും ഈ വീട്ടിൽ നിന്നും അവിടേക്ക് എത്തുന്നതിന് വേണ്ടി. അവിടെ രാവിലെ തന്നെ ജില്ലാ കളക്ടർ അനുകുമാരി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ആ കളക്ടർ എത്തിയതിനു ശേഷമാണ് സ്ഥലം പരിശോധന നടത്തിയതിനു ശേഷമാണ് അത് തുറന്ന് പരിശോധിച്ച് എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് അറിയണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരും RTO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയതിന് പിന്നാലെയാണത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. ഒരു ഘട്ടത്തിൽ അല്പസമയത്തിനകം തന്നെ ഈ സ്ഥലം, സമാധി സ്ഥലം പൊളിച്ച് പരിശോധിക്കണമെന്നൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിന് പിന്നാലെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളും ഈ ഗോപൻ സ്വാമിയുടെ ബന്ധുക്കളും അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ആ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നാൽ അത് ഈ സ്ഥലത്ത് വർഗീയമായ ചെരിതിരിവുണ്ടാക്കും. നേരത്തെയും സമാനമായ തരത്തിലുള്ള വർഗീയ പ്രശ്നങ്ങൾ ഈ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. ആ ഒരു സംഘർഷങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് അങ്ങനെ ഒരു നീക്കം വേണ്ട, കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നാൽ മതിയെന്ന് സബ് കളക്ടറും RTOയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ അത്തരമൊരു ചർച്ച നടത്താം എന്നൊരു തീരുമാനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തത്. ആ തീരുമാനം ബന്ധുക്കളെയും വിവിധ സംഘടനകളുടെ പ്രതിനിധികളെയും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ബന്ധുക്കളും അതോടൊപ്പം തന്നെ സംഘടനകളുടെ പ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ്. പക്ഷേ പോകുന്ന വഴിയിൽ ആളുകൾ ചേരി തിരിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത്. അങ്ങനെ പ്രതിഷേധിക്കുന്നതിന് ഇടയിലാണ് പോലീസുമായി അത് വാക്കേറ്റത്തിലേക്കും ഒരു ഘട്ടത്തിൽ അത് ആളുകൾ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് വരെ നീളുന്ന സാഹചര്യമുണ്ടായി. പരസ്പരം പോർവിളികൾ മുഴക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അതിൽ വർഗീയമായ പ്രശ്നങ്ങളിലേക്ക് അത് നീങ്ങുന്നുവെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പെട്ടെന്ന് ഈ സ്ഥലം പൊളിച്ച് ഇതിന്റെ മരണത്തിന്റെ കാരണം എന്താണ്, അദ്ദേഹം സ്വാഭാവികമായി മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഇവിടേക്ക് ഇറക്കി വെക്കുകയായിരുന്നു, അതോ അതിനപ്പുറത്തേക്ക് ഈ ആരോപിക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും ദുരൂഹതകൾ ആ മരണത്തിലുണ്ടോ, ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് പോസ്റ്റ്മോർട്ടം അനിവാര്യമാണ്. ആ നടപടികളിലേക്ക് കടക്കണം എന്നൊരു തീരുമാനത്തിലാണ് ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇവിടെ. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ സമാധി സ്ഥലം പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ ഇതിലെ ദുരൂഹത നീങ്ങുകയുള്ളൂ. അതുവരെയും ഒരു സംശയത്തിന്റെ നിഴലിലാണ് ഗോപൻ സ്വാമിയുടെ കുടുംബം. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഈ സമാധി പൊളിച്ച് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനെ എതിർക്കുന്നത്?
അങ്ങനെ ആചാരപ്രകാരം സമാധി ഇരുത്തിയ ഒരു സ്ഥലം പൊളിച്ച് സമാധി പുറത്ത് എടുക്കുന്നത് അത് ആചാരങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം അംഗീകരിച്ചു തരാനാവില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബാംഗങ്ങളും വിവിധ സംഘടനകളുടെ പ്രതിനിധികളും. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നീക്കത്തെ ഏതു വിധേനയും എതിർക്കാനുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ഇപ്പോൾ ഈ സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന തർക്കങ്ങൾ അത് കൃത്യമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും പ്രത്യേകിച്ച് RD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സർക്കാർ തലത്തിൽ ഒരു തീരുമാനം ഈ വിഷയത്തിൽ വേണ്ടിവരും. കാരണം ഇങ്ങനെ ഒരു സമാധി സ്ഥലം മാത്രമല്ല കേരളത്തിലുള്ളത്, നിരവധി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു നടപടിയിലേക്ക് തിടുക്കപ്പെട്ട് കടന്നാൽ അത് പിന്നീട് ഉണ്ടാക്കാനിടയുള്ള നിയമപ്രശ്നങ്ങൾ ഉൾപ്പെടെ വളരെ വലുതാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അവധാനതയോടെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പഠനം നടത്തിയതിനു ശേഷം മാത്രം ഒരു നടപടിയിലേക്ക് കടന്നാൽ മതി. തൽക്കാലത്തേക്ക് ഇത് പൊളിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന വേണ്ട എന്നൊരു തീരുമാനം പോലീസിന്റെ ഭാഗത്തുനിന്നും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച നടക്കാൻ പോകുന്നത്. ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയ സംഘടനകളുടെ പ്രതിനിധികൾ പറയുന്നത് നോട്ടീസ് നൽകിയതിനു ശേഷം ഒരു സാവകാശം നൽകണം. ആ സാവകാശം നൽകിയതിനു ശേഷം മാത്രമേ ഇത് പൊളിച്ച് പരിശോധന നടത്താൻ അനുവദിക്കൂ എന്ന്. എന്താണ് പൊളിച്ചുള്ള പരിശോധന തന്നെ വേണ്ടിവരും ഈ മരണത്തിന്റെ യഥാർത്ഥ കാരണം നിജസ്ഥിതി പുറത്തുവരാൻ. പക്ഷേ അതിന് സാവകാശം വേണമെന്ന ആവശ്യത്തിൽ ഈ സംഘടനകളുടെ പ്രതിനിധികളും ബന്ധുമിത്രാദികളും അടക്കം ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുമോ? നോട്ടീസ് നൽകാൻ ഉള്ള ഒരു സാവകാശം പോലീസും ജില്ലാ ഭരണകൂടവും നൽകുമോ? ഈ കാര്യങ്ങളിലാണ് വ്യക്തത കൈവരാനുള്ളത്. ഇനി ഇവിടെ ഈ ടാർപോളിൻ കെട്ടി ഈ സ്ഥലം പോലീസ് മറവ് ചെയ്യുകയാണ്. അതായത് ഇവിടേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരുന്നത് ഈ നടപടികൾ വേഗത്തിലാക്കാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന്റെ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം കൃത്യമായി ക്ലോസ് ചെയ്തുകൊണ്ട് പോലീസിന്റെ ഈ കൃത്യമായ ഈ പരിശോധനകൾക്കും മറ്റ് നടപടിക്രമങ്ങളും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇപ്പോൾ പോലീസ് ലൈൻ കെട്ടിയിട്ടുണ്ട്. ആ ലൈൻ അപ്പുറത്തേക്ക് ആളുകൾക്ക് മാധ്യമപ്രവർത്തകർക്കോ മറ്റ് ആളുകൾക്കൊന്നും കടക്കാൻ അനുവാദം നൽകിയിട്ടില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഥലം ക്ലോസ് ചെയ്ത് പോലീസിന്റെ കൃത്യമായ ഒരു നിരീക്ഷണത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.